എന്തുകൊണ്ടാണ് അദ്ദേഹം വീട്ടിൽ വിശ്രമിക്കാതെ തെരുവുകളിലും അങ്ങാടികളിലും ചുറ്റി നടന്ന് വളരെ വൈകി വീട്ടിലേക്ക് വരുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ഒരു വർഷത്തിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്തോളം എന്നുള്ള ഓപ്ഷനും കൂടി അമർത്തിയാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മളെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതായാലും വിഷയത്തിലേക്ക് വരാം. നല്ലൊരു ഭാര്യയും സമാധാനമുള്ള വീടും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വിഷയത്തിൽ ഒരുപാട് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ അതനുസരിച്ചിട്ട് നമ്മളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നാലോചിച്ച് അത് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തി മുന്നോട്ട് പോവുക. നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. നിങ്ങളുടെ കുടുംബം എങ്ങനെയാണുള്ളത്? സംതൃപ്തിയോടെയാണോ ഉള്ളത്? ഈ കാര്യം അറിയാൻ കുടുംബങ്ങൾ അവരുടെ ഒഴിവ് സമയങ്ങളിൽ എവിടെ ചെലവഴിക്കുന്നുവെന്ന് നിങ്ങൾ നോക്കണം. നിങ്ങളുടെ ഭർത്താവ് ജോലി കഴിഞ്ഞതിനു ശേഷം നിങ്ങളുടെ അടുക്കിലേക്ക് വീട്ടിലേക്ക് വരാൻ തിരക്കുണ്ടാക്കുന്നുണ്ടോ? മാർക്കറ്റിലോ അങ്ങാടികളിലോ സമയം ചെലവഴിക്കുന്നുവോ? അല്ല നിങ്ങളുടെ കൂടെ വീട്ടിൽ ചെലവഴിക്കുന്നോ? നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ അയാൾക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ടോ? അതോ കൂട്ടുകാരോടുകൂടി സമയം ചെലവഴിക്കുമ്പോൾ ആണോ? നിങ്ങളുടെ ഭർത്താവ് ഒഴിവ് സമയങ്ങളിൽ വീട്ടിൽ നിൽക്കാൻ താല്പര്യപ്പെടാതെ പുറത്തെവിടെങ്കിലും പോയി സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? നിങ്ങളുടെ മുഖഭാവം, പെരുമാറ്റം, സംസാരം, ഇടപെടൽ ഇങ്ങനെ എന്തെങ്കിലും? എന്തുകൊണ്ടാണ് അദ്ദേഹം വീട്ടിൽ വിശ്രമിക്കാതെ തെരുവുകളിലും അങ്ങാടികളിലും ചുറ്റി നടന്ന് വളരെ വൈകി വീട്ടിലേക്ക് വരുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെ അവരുടെ തെറ്റും ദുശീലവുമാണെന്ന് നിങ്ങൾ എപ്പോഴും പരാതിപ്പെടുന്നില്ലേ? അവരുടെ ഈ പ്രവൃത്തിയിൽ നിങ്ങൾക്കും ഒരു പങ്കുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പല പുരുഷന്മാരും ജോലി കഴിഞ്ഞ് ഉടനെ വീട്ടിലേക്കു മടങ്ങാൻ തിടുക്കം കാണിക്കാത്തത് അവരുടെ ദുസ്വഭാവം കൊണ്ട് മാത്രമായിരിക്കണമെന്നില്ല. അയാളുടെ ഭാര്യക്കൊരു പക്ഷേ അയാളെ സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും കഴിയാത്തത് കൊണ്ടുമായിരിക്കാം. വീട്ടിലുള്ളവൾക്ക് കണ്ണിലിമ്പമുള്ള വാക്കുകളും പെരുമാറ്റങ്ങളും ഉണ്ടെങ്കിൽ ഏതൊരു പുരുഷനും അവളുടെ അരികിലേക്ക് ഓടിയെത്താൻ താല്പര്യപ്പെടാതിരിക്കില്ല. അത്തരം സ്ത്രീകളുടെ സാന്നിധ്യം എല്ലാ വീടുകൾക്കും ഒരു അലങ്കാരമാണ്. അത് ഒരു അനുഗ്രഹവും കൂടിയാണ്. കല്ലുമനസ്സിന്റെ ഉടമകളെ പോലും അവർക്ക് സ്വാധീനിക്കാൻ കഴിയും. അതുകൊണ്ടാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു വിശ്വാസിക്ക് അള്ളാഹുവിനോടുള്ള ഭക്തി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പ്രയോജനകരമാകുന്നത് സദ്വൃത്തയായ ഭാര്യയാണ്. അവനെന്തെങ്കിലും കൽപ്പിക്കുമ്പോൾ അവൾ അത് അനുസരിക്കും. അവളെ നോക്കുമ്പോൾ അവനിക്ക് സന്തോഷം കിട്ടുന്നു. അവൾ എന്തെങ്കിലും വാക്ക് കൊടുത്താൽ അതവൾ പൂർത്തിയാക്കുന്നു. ഭർത്താവിന്റെ അഭാവത്തിൽ തന്റെ ശരീരവും ഭർത്താവിന്റെ സമ്പത്തും അവൾ സംരക്ഷിക്കുന്നു എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴാണോ അല്ല പുറത്തു പോകുമ്പോഴാണോ കൂടുതൽ സന്തോഷവാനാകുന്നത്? നിങ്ങൾ അവർക്ക് നൽകുന്നത് സമാധാനമാണോ അതോ അസമാധാനമാണോ? ജീവിതത്തിലെ പല പ്രയാസങ്ങളെയും നേരിട്ടതിനു ശേഷം ക്ഷീണിച്ച് ഡിപ്രഷനായി വരുന്ന ജീവിത പങ്കാളിക്ക് സമാധാനവും ആശ്വാസവും നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സമാധാനം അത്യാവശ്യമാണ്. പണം
പദവി, ജീവിത സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങൾ എന്നിവയിലൂടെ അത് നേടാനാവില്ല. മനസ്സമാധാനം പരമപ്രധാനമാണ്. അതുകൊണ്ടാണ് അത് നൽകുന്നത് മഹത്തായൊരു സേവനമാകുന്നത്. അവളുടെ ജീവിത പങ്കാളിക്ക് സമാധാനം നൽകുക എന്നത് ഒരു സ്ത്രീയുടെ യഥാർത്ഥ കടമയാണ്. നിങ്ങൾക്ക് സമാധാനം കണ്ടെത്തുന്നതിനായി അവൻ നിങ്ങളിൽ നിന്നു തന്നെ ഇണകളെ സൃഷ്ടിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ താമസിക്കുന്ന വീടിനെ അറബിയിൽ മസ്കൻ എന്ന് വിളിക്കുന്നുണ്ട്. സമാധാനം നൽകാൻ നിങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് വീടിനെ സമാധാനത്തിന്റെ സ്ഥലം, അതായത് മസ്കൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ചു നോക്കുക. കഴിഞ്ഞ ഒരു വർഷത്തിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? എങ്കില് എത്ര തവണ ദേഷ്യപ്പെട്ടിട്ടുണ്ട്? ഇനി ഒരു വർഷത്തത് ഓർത്തെടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിൽ എത്ര തവണ ദേഷ്യപ്പെട്ടിട്ടുണ്ട്? നിങ്ങളൊരൽപ്പം ശ്രദ്ധിച്ച് ആലോചിച്ചു നോക്കിയാൽ അയാൾ നിങ്ങളോട് ദേഷ്യപ്പെടുന്നൊരു സമയത്ത് നിങ്ങൾ അയാളോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? നിങ്ങളും അതേപോലെ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിലൂടെ അയാളുടെ ദേഷ്യം എപ്പോഴെങ്കിലും കുറഞ്ഞു വന്നിട്ടുണ്ടോ? അതേ സമയത്ത് ഭർത്താവ് ദേഷ്യപ്പെടുമ്പോൾ ക്ഷമയോടെ പുഞ്ചിരിച്ച് അവരെ നേരിട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫലം എന്തായിരുന്നു? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, തീയെ തീ കൊണ്ട് കെടുത്താനാവില്ല, അതേപോലെ ദേഷ്യത്തെ ദേഷ്യം കൊണ്ട് തണിക്കാനാവില്ല. നിങ്ങളുടെ ഭർത്താവിന്റെ ദേഷ്യ സ്വഭാവത്തെ മാറ്റാൻ നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ടോ? ദേഷ്യത്തിന് വഴിയുണ്ടാക്കാതെ നിങ്ങൾക്ക് സമാധാനമായി നിൽക്കാൻ കഴിയുന്നില്ലേ? നിങ്ങളുടെ ഭർത്താവിന്റെ ദേഷ്യത്തെ 7-8 പ്രാവശ്യം നിങ്ങൾ ക്ഷമയോടെ നേരിടുകയാണെങ്കിൽ പിന്നീട് അവർക്ക് നിങ്ങളോട് ദേഷ്യപ്പെടാൻ കഴിയാതെ വരും. വെള്ളം തീയെ കെടുത്തുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ദേഷ്യത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കും. അതിന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്ന് മാത്രം. നിങ്ങളുടെ ഇണയിൽ നിന്ന് ദയയില്ലാത്ത വാക്കുകളോ പെരുമാറ്റങ്ങളോ കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യും? സ്നേഹത്തോടെയും ക്ഷമയോടെയും നിങ്ങൾ അതിനെ നേരിടുന്നോ? അതോ തിരിച്ചു ദേഷ്യപ്പെടുന്നോ? കഴിഞ്ഞൊരു വർഷത്തിൽ നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ എത്ര പ്രാവശ്യം ദേഷ്യപ്പെട്ടിട്ടുണ്ട്? ഒരൽപ്പം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ആ വഴക്കുകളുടെ എണ്ണമെങ്കിലും കുറക്കാനാവുമായിരുന്നില്ലേ? ദേഷ്യത്തോടെ നിങ്ങളുടെ ഭർത്താവിനെ തണുപ്പിക്കാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ? അതിലൂടെ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹവും വാത്സല്യവും കൂടിയതാണോ അതോ കുറഞ്ഞതാണോ? ദേഷ്യവും വഴക്കും പരസ്പരം അകറ്റുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഒരു ഗുണവുമില്ലാത്ത വെറും ദോഷം മാത്രമായിട്ടുള്ള ദേഷ്യത്തെ ഉപേക്ഷിക്കാനുള്ള ശ്രമമല്ലേ നാം നടത്തേണ്ടത്? ഉറച്ച തീരുമാനത്തോടെയും തുടർച്ചയായ പരിശ്രമത്തോടെയും അത് ഇല്ലാതെയാക്കാൻ കഴിയും. ഈ ദേഷ്യത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് അത് വലിയൊരു സത്കർമ്മവുമാണ്. പരലോകത്ത് വളരെ പ്രതിഫലവുമുള്ള ഒരു കാര്യവും കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിത പങ്കാളിയുടെ ദേഷ്യത്തെ കുറക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇതിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ അത് നമ്മളൊന്ന് സ്വയം നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. എന്നിട്ടത് മനസ്സിലാക്കി തിരുത്തേണ്ടതിന് തിരുത്തിയിട്ട് നമ്മളൊരു മാറ്റം കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. വലിയ സന്തോഷവും സമാധാനവും തീർച്ചയായിട്ടും ഉണ്ടാകും. സന്തോഷമുള്ളൊരു കുടുംബ ജീവിതം നയിക്കാൻ സാധിക്കും. നല്ലൊരു കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. നല്ലൊരു മാറ്റം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.